BJP സംസ്ഥാന ഉപാധ്യക്ഷനായ സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിൽ രാഷ്ട്രീയ വിവാദമുയരുന്നു. കലാശാസ്ത്ര കായിക മേഖലകളിലെ അടക്കം ബഹുമുഖ പ്രതിഭകളെയാണ് സാധാരണഗതിയിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യാറുള്ളത്. സി സദാനന്ദനൊപ്പം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 3-ൽ 2 പേരും BJP ബന്ധമുള്ളവരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കെ CPIM-നെതിരെ അക്രമ രാഷ്ട്രീയം വീണ്ടും ചർച്ചയാക്കുകയാണ് BJP ലക്ഷ്യം എന്ന് പറയപ്പെടുന്നു. RDX റാപ്പാണ്. സി സദാനന്ദൻ, ഹർഷവർദ്ധൻ ശൃംഗ്ല, ഉജ്വൽ നിഗം, മീനാക്ഷി ജെയിൻ എന്നിങ്ങനെ 4 പേരെയാണ് രാഷ്ട്രപതി പുതുതായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. സജീവ RSS BJP നേതാവായ സി സദാനന്ദന് പുറമെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡാർജിലിംഗിലെ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് ഉയർന്നുകേട്ട പേരാണ് റിട്ടയർഡ് IFS ഓഫീസറായ ഹർഷവർദ്ധൻ ശൃംഗ്ലയുടേത്. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഉജ്വൽ നിഗം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈ നോർത്ത് സെൻട്രലിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു. ചരിത്രകാരിയാണ് മീനാക്ഷി ജെയിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസം മുൻപാണ് സി സദാനന്ദനെ നേരിട്ട് വിളിച്ച് പ്രധാന ഉത്തരവാദിത്തം ഏൽപ്പിക്കുമെന്ന് അറിയിച്ചത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ അമിത്ഷായെ നേരിൽ കണ്ട് സംസാരിച്ചെങ്കിലും സൂചനകളൊന്നും നൽകിയില്ല. ഇന്നലെ രാവിലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് വിവരം നേരിട്ട് വിളിച്ചറിയിച്ചത്. പാർലമെന്റിലും അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാനാണ് BJP ശ്രമിക്കുന്നതെങ്കിലും സദാനന്ദന്റെ പ്രതികരണം മറ്റൊരു വിധത്തിലാണ്. അക്രമ രാഷ്ട്രീയം അടഞ്ഞ അധ്യായമാണെന്നും കണ്ണൂരിന്റെ വികസനമാണ് ഇനി വിഷയമെന്ന് സി സദാനന്ദൻ പ്രതികരിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. നിലവിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സി സദാനന്ദൻ. 1999 മുതൽ 2020 വരെ തൃശൂർ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹിക ശാസ്ത്ര അധ്യാപകനായിരുന്നു. അതിനു മുൻപ് കണ്ണൂരിൽ സജീവ RSS നേതാവായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ചു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രചാരണത്തിനായി എത്തി. മുതിർന്ന RSS BJP നേതാക്കളുമായി അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട്. സി സദാനന്ദന് കാലുകൾ നഷ്ടമാകുന്ന തരത്തിലുള്ള സംഘർഷമുണ്ടാകുന്നതും വെട്ടേൽക്കുന്നതും കണ്ണൂരിലെ കൂത്തുപറമ്പിൽ 1994 ജനുവരി 25-നാണ്. ആക്രമിക്കപ്പെടുമ്പോൾ RSS ജില്ലാ സഹകാര്യവാഹകായിരുന്നു. കൂത്തുപറമ്പിലെ ഉരുവച്ചാലിലുള്ള വീടിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. ആദ്യം ബോംബെറിഞ്ഞ ശേഷം CPIM പ്രവർത്തകർ കാലുകളിൽ വെട്ടി. പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 കാലുകളും നഷ്ടമായി. സദാനന്ദനെ ആക്രമിച്ച കേസിൽ 8 CPIM പ്രവർത്തകർക്ക് 7 കൊല്ലം തടവ് ശിക്ഷ ലഭിച്ചു. സി സദാനന്ദൻ ആക്രമിക്കപ്പെട്ടത് ബന്ധുവായ CPIM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരായ ആക്രമണത്തെ തുടർന്നാണ്. സദാനന്ദന്റെ വല്യമ്മാവന്റെ മകനായ PM ജനാർദ്ദനനെ വെട്ടിയും കുത്തിയും വീഴ്ത്തി. പ്രകോപനമായത് ശോഭായാത്രയ്ക്ക് കൊണ്ടുപോയ മക്കളെ വഴിയിൽ ഇറക്കിവിട്ടത് പരസ്യമായി ചോദ്യം ചെയ്തതാണ്. 1993 സെപ്റ്റംബർ 21 ആക്രമണത്തിൽ ജനാർദ്ദനനെ അക്രമികൾ മരിച്ചെന്ന് കരുതി അന്ന് ഉപേക്ഷിക്കുകയും ചെയ്തു. സി സദാനന്ദൻ ആക്രമിക്കപ്പെട്ടതിന്റെ തൊട്ടുപിറ്റേന്നാണ് BJPയുടെ പ്രത്യാക്രമണം ഉണ്ടാകുന്നത്. SFI നേതാവ് KV സുധീഷിന്റെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. സുധീഷിന്റെ അച്ഛൻ നാരായണനും വെട്ടേറ്റു. സുധീഷ് വധക്കേസിൽ 3 BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം കഠിന തടവ് ലഭിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു അശാന്തിയുടെ ആരംഭം തന്നെയായിരുന്നു കണ്ണൂരിൽ. തുടർ ദിവസങ്ങളിൽ കണ്ണൂരിൽ രാഷ്ട്രീയ സംഘടനകളുടെ പരമ്പര തന്നെയുണ്ടായി. സംസ്ഥാനത്ത് ആദ്യമായി ഭീകരവിരുദ്ധ നിയമം ഉപയോഗിച്ചത് കേസെടുത്തത് ഈ സംഘർഷങ്ങളിലാണ്. സി സദാനന്ദന്റെ നാമനിർദ്ദേശത്തിനെതിരെ CPIM നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഗുജറാത്ത് വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയവർക്കൊപ്പം പ്രതിഭയായ ഒരാൾ കൂടി എന്ന് ആണ് MV ജയരാജൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. CPIM-ന്റെ അക്രമ രാഷ്ട്രീയം എന്നത് പച്ച നുണയാണ് എന്നാണ് P ജയരാജൻ പറഞ്ഞത്. സി സദാനന്ദനെ മഹത്വവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി ഇടത് സൈബർ കേന്ദ്രങ്ങളും പറയുന്നു. സനീഷ്, ഈ തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെയായിരിക്കും സ്വാഭാവികമായും ഈ നോമിനേഷന് ശേഷം ഉണ്ടാവുക എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ ചർച്ചകളൊക്കെ ഉണ്ടാകുമെന്ന് സി സദാനന്ദൻ്റെ പേര് നോമിനേറ്റ് ചെയ്യുമ്പോൾ അതും രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. കാരണം രാഷ്ട്രപതിയുടെ പേരിൽ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണല്ലോ ഈ തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ ആലോചനകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് സാധാരണ ഇത്തരത്തിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആരെയൊക്കെയാണ്? സച്ചിൻ ടെണ്ടുൽക്കർ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ആദ്യം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ പ്രതിഭകളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും പല പ്രതിഭകളും രാജ്യസഭയിൽ പോയി വേണ്ട പണി എടുക്കുന്നില്ല എന്നുള്ള വിമർശനവും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ പ്രതിഭകളെ തന്നെ വേണം അങ്ങോട്ട് പറഞ്ഞു വിടാനെന്ന് പറയുമ്പോൾ അവരാ പണി എടുത്തിട്ടില്ല എന്നുള്ള വിമർശനവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരുടെ കൂടി വാദങ്ങളും അവരുടെ അഭിപ്രായങ്ങളും കൂടി രാജ്യസഭയിൽ മുഴങ്ങണം, ഈ നിയമനിർമ്മാണത്തിൽ മുഴങ്ങണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് എന്ന് കരുതുന്നു. അതിനെ ബലപ്പെടുത്തുന്ന ഒരു തീരുമാനമാണോ ഇത്? എങ്ങനെയാണ് തോന്നുന്നത്? ഇതിപ്പോൾ ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആഗ്രഹിക്കാവുന്ന വലിയ പൊസിഷനിലൊന്നാണല്ലോ, പദവികളിലൊന്നാണല്ലോ രാജ്യസഭയിലേക്ക് എത്തുക എന്നുള്ളത്. അത് തന്നെ രാഷ്ട്രപതിയാൽ
നോമിനേറ്റ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു പദവിയല്ല. ഇപ്പോൾ രാഷ്ട്രപതിയാൽ ഇന്നൊരു പ്രത്യേകിച്ച് സവിശേഷമായ പ്രതിഭയൊന്നും മറ്റ് മേഖലകളിൽ പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ഒരാളെ രാഷ്ട്രപതിയാൽ നോമിനേറ്റ് ചെയ്യിക്കൂ എന്ന് പ്രധാനമന്ത്രിയും ബന്ധപ്പെട്ട അത്രയും ഉന്നതരായുള്ള നേതാക്കളും പറയണമെങ്കിൽ ആ നേതൃത്വത്തിന്, ഭരണ നേതൃത്വത്തിന്, സർക്കാരിന് അത്രമേൽ സ്നേഹമുള്ള ഒരാളായിരിക്കുമല്ലോ അദ്ദേഹം. അതുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർ ആ നിലക്ക് വലിയ അഭിവാദ്യം അറിയിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. അദ്ദേഹം കണ്ണൂരിന്, നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിന് ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തട്ടെ എന്ന് ഒരു കണ്ണൂരുകാരൻ നിലക്കൂടെ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇതിൽ ഇപ്പോൾ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു, അത് വഴിവിട്ടാണ് എന്നൊക്കെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ എന്തെങ്കിലും അസ്വാഭാവികത കാണുന്ന ആളല്ല ഞാൻ, നിശ്ചയമായിട്ടും അല്ല. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ണൂരിലെ അക്രമ സംഭവങ്ങളിൽ 2 പേരുണ്ട്. CPM ഉണ്ട്, BJP RSS ഉണ്ട്. കോൺഗ്രസ് അതിൽ കുറച്ചൊന്ന് പിൻവാങ്ങിയിട്ടാണ്. ചില സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും CPM ഉം BJP യുമാണ് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, CPM ഉം BJP യും അക്രമരാഷ്ട്രീയത്തിൽ 90-കളുണ്ടായിരുന്ന വലിയ അക്രമരാഷ്ട്രീയ സംഭവങ്ങൾ 2 പാർട്ടായിട്ട് നിന്നതാണ്. അതിൽ BJP RSS പക്ഷമാണ് രാജ്യം ഭരിക്കാൻ വേണ്ടി പോയത്. സ്വാഭാവികമായിട്ടും ഇത്ര വലിയ പൊസിഷൻ രാഷ്ട്രപതിയാൽ കൊടുക്കാൻ അവകാശവും അധികാരവും അവരുടെ കയ്യിലാണ്, BJP യുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ തീരുമാനിച്ചാൽ ഇവിടെ CPM-കാർക്ക് ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ BJP-ക്കാണ് ഇപ്പോൾ ഇത്ര വലിയൊരു പദവി, അങ്ങനെ 2 കാലുകൾ അറ്റുപോയ ആക്രമണത്തിൽ ഇരയായ ഒരാൾക്ക് പദവി കൊടുക്കാനുള്ളത്. അതുകൊണ്ട് BJP അത് കൊടുത്തിരിക്കുന്നു. അതിൽ അസ്വാഭാവികത ഒന്നും കാണാൻ തയ്യാറല്ല. കാരണം അത് സ്വാഭാവികമായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന വലിയ പ്രതിഭകൾക്ക് കലാസാഹിത്യ മേഖലകളിലൊക്കെ വിരാജിച്ചിരിക്കുന്ന ആളുകൾക്കാണ്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെയും പിന്നെ ഇവരുടെ തന്നെ BJP-യുടെ തന്നെ നോമിനേഷൻ ആരാണ്, സുരേഷ് ഗോപിയും PT ഉഷയും ഒക്കെയാണ്. അപ്പോൾ അവർക്കൊപ്പമാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് എനിക്കൊരല്പം ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉള്ളത്. അതായത് അത് യഥാർത്ഥത്തിൽ ഈ നേതാവിനോടുള്ള സ്നേഹപ്രകടനമാണ് BJP-യും RSS-ഉം കാണിച്ചതെങ്കിലും അതൊരല്പം നെഗറ്റീവായി പോയില്ലേ എന്നെനിക്ക് തോന്നുകയാണ്. കാരണം നമ്മൾ കുമ്മനം രാജശേഖരൻ്റെ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. കുമ്മനം രാജശേഖരൻ വളരെ ബഹുമാനനായിട്ടുള്ള നേതാവായിരുന്നു BJP-യുടേത് വളരെ പതിറ്റാണ്ടുകളായിട്ട്. അദ്ദേഹം പക്ഷേ വലിയ തോതിൽ പരിഹാസത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അത് ഇതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP-യുടെ കേന്ദ്ര നേതൃത്വവും സർക്കാരും എടുത്തൊരു നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു. കേരളത്തിൽ പ്രധാനമന്ത്രി വന്നിട്ട് മെട്രോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം കുമ്മനം രാജശേഖരനെ കൂടെ ഇരുത്തി. അപ്പോൾ അത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അവിടെ ഇരിക്കാൻ അവർക്ക് യോഗ്യതയുണ്ട്. യോഗ്യതയില്ലാത്തൊരു സ്ഥലത്തേക്ക് ഇദ്ദേഹത്തെ പിടിച്ചിരുത്തിയതുകൊണ്ട് അതിരൂക്ഷമായുള്ള പരിഹാസത്തിനാണ് കുമ്മനം രാജശേഖരൻ വിധേയനായത്. ഏതാണ്ട് സമാനമായ സാഹചര്യത്തിലേക്കാണ് സദാനന്ദൻ മാസ്റ്ററെ ഈ BJP വിട്ടുകൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എല്ലാവരും നാളെ മുതൽ പറയും, കണ്ടില്ലേ സുരേഷ് ഗോപിയും PT ഉഷയും സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ പോയ സ്ഥലത്തേക്ക് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രമായ ഒരാളെ എന്തിനങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കാനും മറ്റും രാഷ്ട്രീയ എതിരാളികൾ വരും എന്നതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കളിയാക്കലിന് BJP-യും RSS-ഉം അദ്ദേഹത്തെ വിട്ടുകൊടുക്കരുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തെ മറ്റൊരു തരത്തിൽ MP ആയിട്ട് പറഞ്ഞേക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗവർണറെങ്കിലും ആക്കാമായിരുന്നു. ഇങ്ങനെ ഈ സവിശേഷ വ്യക്തിത്വമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞേക്കേണ്ടതില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ ആദ്യഘട്ടത്തിൽ. രണ്ടാമത്തേത്, ഇതിലൂടെ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയമാകെ ചർച്ചയാക്കാം എന്നൊരു വിചാരമാണ് BJP കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു മണ്ടത്തരമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് സദാനന്ദൻ മാസ്റ്ററുടെ കാല് വെട്ടി സദാനന്ദൻ മാസ്റ്റർ അങ്ങോട്ടേക്ക് വിട്ടിട്ട് കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു ഭാഗം മാത്രമാണോ ചർച്ച ചെയ്യപ്പെടുക? അല്ലല്ലോ, നമ്മളിപ്പോൾ കാണുകയല്ലേ. അതായത് ഇദ്ദേഹം അവിടേക്ക് പോയാൽ കേരളത്തിന് പുറത്തുള്ള ഇടത്ത് കണ്ണൂർ CPM-കാർ ചെയ്യുന്ന അതിക്രമത്തിൻ്റെ ഇരയാണ് ഞങ്ങളുടെ നേതാവ് കാണൂ എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് പുറത്ത് ഒരു പ്രചാരണം ഉണ്ടാക്കാം. കേരളത്തിന് പുറത്ത് കേരളത്തെ കുറ്റം പറഞ്ഞിട്ട് കണ്ണൂരിനെ കുറ്റം പറഞ്ഞിട്ട് CPM-കാരെ കുറ്റം പറഞ്ഞിട്ട് അവിടെ എന്ത് രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കാനാണ്? കേരളത്തിനകത്ത് പക്ഷേ എന്താ ഉണ്ടാവുക? ആളുകൾ മറന്നുപോയിരിക്കുന്ന ഒരു രാഷ്ട്രീയ കൊലപാതക കാലം കണ്ണൂരിലേക്ക് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരികയാണ് ചെയ്യുക. അതിലാരാണുള്ളത്? അതിൽ RSS-ഉം CPM-ഉം ഉണ്ട്. അതിലാരാണ് ആദ്യം ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിൽക്കുന്ന രാഷ്ട്രീയ പക്ഷത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾ കാണും എന്ത് KV സുധീഷ് എന്ന് പറയുന്ന 27 വയസ്സുകാരൻ മാത്രമായിട്ടുള്ള ഒരാളെ വെട്ടി കൊന്നത് കാണും. എത്രയെത്ര ആളുകൾക്ക് കയ്യും കാലും നഷ്ടപ്പെട്ടത് കാണും. എൻ്റെ നാട്ടിലെ പാനൂരിനടുത്ത് മൊകേരിയിൽ CPM-കാരും അപ്പുറത്ത് CPM-കാരും ഇപ്പുറത്ത് BJP-കാരുണ്ട് കയ്യും കാലും നഷ്ടമായ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ RSS-നെ ഇരയായിട്ട് BJP-യെ ഇരയായിട്ട് ചിത്രീകരിക്കാൻ മാത്രമായിട്ട് സാധിക്കുകയേയില്ല. അവിടെ ഇരയായിരിക്കുന്ന RSS-ഉം BJP-യും വേട്ടക്കാരനും കൂടിയാണ്. അല്ലാതെ CPM-കാർ വേട്ടക്കാർ മാത്രമല്ല, CPM-കാരും ഇരയാണ്. ഇഷ്ടംപോലെ ആളുകൾ നാളെ മുതൽ CPM-കാർ അണിനിരത്തുകയല്ലേ ചെയ്യുക. നാളെ മുതൽ ദേശാഭിമാനിയുടെ മുന്നിലേക്കും ടെലിവിഷൻ ചാനലുകളുടെ സ്റ്റുഡിയോകളിലേക്കും ആളുകൾ ഇങ്ങനെ വന്ന് നിരങ്ങില്ലേ. ആളുകൾ ഇത് സദാനന്ദൻ മാസ്റ്റർ കാലാണ് പോയതെങ്കിൽ കയ്യും കാലും പോയ ആളുകളുണ്ടെന്ന് പറഞ്ഞ് കൊലപാതകം നടത്തപ്പെട്ട ആളുകളുണ്ടെന്ന് പറയില്ലേ. അപ്പോൾ അക്രമ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് സദാനന്ദൻ മാസ്റ്റർ ഇങ്ങനെ മുന്നോട്ട് വെച്ചതെങ്കിൽ വഴിവിട്ട് മുന്നോട്ട് വെച്ചതെങ്കിൽ അതിന് തിരിച്ചടി BJP-ക്ക് ചർച്ചയായിട്ട് കിട്ടുകയല്ലേ ചെയ്യുക. ഇവർക്ക് നമ്മൾ ഗവർണറുടെ കാര്യം പറഞ്ഞതുപോലെ മറ്റൊരു അനുകൂല അവസരം CPM-ന് ഉണ്ടായിക്കൊടുത്തിരിക്കുകയല്ലേ നിശ്ചയമായിട്ടും BJP ചെയ്തിരിക്കുന്ന സംശയമാണ് എനിക്കുള്ളത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ സദാനന്ദൻ മാസ്റ്റർ പ്രതികരണത്തിൽ അക്രമ രാഷ്ട്രീയമൊക്കെ പഴയ കഥയാണ്, ഞങ്ങൾ കണ്ണൂരിൻ്റെ വികസനത്തെക്കുറിച്ചാണ് ഈ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്താൽ BJP-കാരും RSS-കാരും ഇരകളായിട്ടല്ല വേട്ടക്കാരായിട്ട് കൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ വരും. രണ്ടാമത്തേത്, കുമ്മനം രാജശേഖരനോട് മെട്രോ ഉദ്ഘാടനത്തിൽ ചെയ്തതുപോലൊരു
ശരിയല്ലാത്തടുത്ത് പിടിച്ചിരുത്തി എന്നൊരു തോന്നൽ, വിമർശം, പരിഹാസത്തിന് സദാനന്ദൻ മാസ്റ്റർ കൂടെ ഇരയാവുകയില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർലമെന്റിൽ ഇത് ഉന്നയിക്കാൻ സാധ്യതയില്ല. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ അക്രമ രാഷ്ട്രീയം പഴയ കഥയാണ്, ഇപ്പോൾ വികസനം മാത്രം എന്ന് അദ്ദേഹം പറയുന്ന മട്ടിൽ തന്നെയായിരിക്കും അദ്ദേഹം പാർലമെന്റിലും കാര്യങ്ങൾ അദ്ദേഹമായി അവതരിപ്പിക്കുക. പക്ഷേ അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടാൻ ഒരു അവസരം കിട്ടിയാൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ചൂണ്ടിക്കാട്ടും. പക്ഷെ ചൂണ്ടിക്കാട്ടുമ്പോഴുള്ള പ്രശ്നം അവിടേക്ക് കൂടി കണ്ണൂരിലെ മറ്റ് സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ KV സുധീഷ് അടക്കമുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നേരത്തെ ഇദ്ദേഹം തന്നെ പ്രതിയായിരുന്ന കേസ്, ഈ ജനാർദ്ദൻ്റെ കേസ് അടക്കമുള്ള കേസുകൾ അവിടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും അത്തരം ഒരു ചർച്ച ഇദ്ദേഹം സദാനന്ദൻ മാസ്റ്റർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, അതായത് RSS എന്നുള്ളത് ഒരു സാത്വിക ഭാവമുള്ളൊരു സംഘടന എന്ന നിലക്കാണ് കേരളത്തിലും പുറത്ത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചിത്രീകരിക്കപ്പെടാനാണ് RSSന്റെ നേതൃത്വത്തിന് ഇഷ്ടം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയാണ്. RSSനെ ഒരു ക്രൂരരുടെ കൂട്ടം എന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഇഷ്ടമേ അല്ല. അവരൊരു സാത്വികരായിട്ടുള്ള, അവരുടെ കുടുംബ വിവാഹ ജീവിതം പോലും ഒഴിവാക്കിയിട്ട് വളരെ സാത്വികമായിട്ട് അവരുടെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമായിട്ടാണ് അവർ. അത് ഈ ലൗകികമായിട്ടുള്ള സുഖസൗകര്യങ്ങളൊക്കെ വിട്ടിട്ട് ജീവിക്കുന്ന ഒരു സാത്വികരുടെ കൂട്ടമായിട്ടാണ് RSS സ്വയം ചിത്രീകരിക്കുകയും അവരങ്ങനെയാണ് പലരും. അത് അങ്ങനെയല്ല പക്ഷേ കണ്ണൂരിൽ വർക്ക് ചെയ്തിരുന്നത് എന്ന് കൂടെ പുറത്തേക്ക് വരുന്നൊരു കാര്യമല്ലേ ഉണ്ടാവുക എന്ന സംശയമാണ് എനിക്കുള്ളത്. അത് യഥാർത്ഥത്തിൽ ഇവർ എന്ത് വിചാരിച്ചിട്ടാണ്? അദ്ദേഹത്തിനൊരു വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോടുള്ള സ്നേഹപ്രകടനം കൊണ്ടൊരു പൊസിഷൻ കൊടുത്താണെങ്കിൽ അത് മനസ്സിലാക്കാനാകുന്നേ, അല്ലെങ്കിൽ ഇത് വലിയ ചർച്ചകളിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നു. തീർച്ചയായും. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ചിലപ്പോൾ പാർലമെന്റ്, അദ്ദേഹം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പാർലമെന്റിലേക്ക് ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾ പലപ്പോഴും വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അറ്റൻഡൻസ് പോലും ഇല്ലാത്ത ആളുകളാണ് മിക്കവാറും ഉണ്ടായിരുന്നത്. അത് വലിയ വിമർശനത്തിനൊക്കെ, ഇവരുടെ അറ്റൻഡൻസിലൊക്കെ വെച്ചിട്ട് വലിയ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇദ്ദേഹം ഏതായാലും സജീവ രാഷ്ട്രീയക്കാരനായിട്ടാണ് ഈ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരാളെ അവിടേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പോൾ അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയേക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഭരണഘടനയുടെ 80-ാം വകുപ്പ് പ്രകാരമാണ് സദാനന്ദനെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശിച്ചത്. പണ്ഡിറ്റ് രവിശങ്കറും MF ഹുസൈനും PT ഉഷയും മേരി കോമും ഷബാന ആസ്മിയും. ഷബാന ആസ്മി ഗംഭീരമായി പാർലമെന്റിൽ പെർഫോം ചെയ്ത ആളാണ്, ആ പേര് പറയുമ്പോൾ. ലതാ മങ്കേഷ്കർ തുടങ്ങി സുരേഷ് ഗോപി വരെ എത്രയോ പ്രതിഭകളെ ഈ വകുപ്പ് പ്രകാരം നമ്മുടെ രാജ്യം തെരഞ്ഞെടുക്കപ്പെടാതെ തന്നെ സഭയിൽ എത്തിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ വകുപ്പ് 80-ന്റെ ഉപഖണ്ഡം 1A ഇങ്ങനെ പറയുന്നു: 12 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇപ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർക്ക് സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹ്യ സേവനം എന്നിവയിൽ ഏതിലെങ്കിലും മേഖലയിൽ പ്രത്യേക അറിവോ പ്രായോഗിക പരിചയമോ ഉണ്ടായിരിക്കണം. ഭരണഘടനയുടെ ഈ വ്യവസ്ഥ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയത്തിലുള്ള നിഗമനം RDX പ്രേക്ഷകരുടെ വിവേകത്തിനായി വിട്ടു നൽകുന്നു. ഒരിടവേളയിലേക്ക്.